കുസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കുസാറ്റ് ദുരന്തത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർന്നു. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലായിരുന്ന ദീപക് കുമാർ സാഹുവാണ് ഒന്നാം പ്രതി. ടെക്ഫെസ്റ്റിന്റെ ചുമതലക്കാരനായതുകൊണ്ട് അധ്യാപകരെയും കേസിൽ പ്രതി ചേർത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയത്. ബിനിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബിനിൽ. അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുക? ഇതിൽ കേസിന്റെ ഒരു ഗതി എങ്ങോട്ടാണ് പോകുന്നത്? കുസാറ്റിലെ തിക്കിലും തിരക്കിലും പെട്ട 4 വിദ്യാർത്ഥികളാണ് മരിച്ചത്. ആ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 25-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയായിരുന്നു. ആ റിപ്പോർട്ടിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം പ്രിൻസിപ്പലിനും 2 അധ്യാപകർക്കും മേൽ ചുമത്തിയിരിക്കുകയാണ്. അവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടും കോടതിയിലേക്ക് നൽകിയിരിക്കുന്നു. കാരണം അവരുടെ ഭാഗത്ത് ഇതിന്റെ സംഘാടനത്തിൽ പിഴവുണ്ടായിരിക്കുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. കാരണം നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് കൃത്യമായ മാർഗരേഖ പുറപ്പെടുവിച്ചിരുന്നു. ആ മാർഗരേഖയുടെ പൂർണ്ണമായ ലംഘനം ഈ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒന്ന്, പുറത്തു നിന്നുള്ള ഗായകരെ അല്ലെങ്കിൽ കലാകാരന്മാരെയൊക്കെ കൊണ്ടുവന്ന് പരിപാടികൾ ക്യാമ്പസിനുള്ളിൽ നടത്താൻ പാടില്ല. 2, ഇതിന്റെ പേരിൽ ക്യാമ്പസിൽ പണപ്പിരിവ് പാടില്ല. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന സർക്കുലറാണ്. ഇതിന്റെ കൃത്യമായ ലംഘനം ഉണ്ടായിരിക്കുന്നു. അവിടെ ബാരിക്കേഡിംഗ് അടക്കമുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. അതായത് അധികൃതരുടെ ഭാഗത്ത് ഈ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ KSU നേരത്തെ ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലും ഇതിൽ എടുത്തിട്ടുള്ള നടപടികളും ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രത്യേക റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്.